സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തിയിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. HMS സംസ്ഥാന സെക്രട്ടറി ടോമി മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AITUC തൃപ്പൂണിത്തുറ മണ്ഡലം പ്രസിഡന്റ് KP മണിലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മെയ്ദിനാചരണം നടക്കുമ്പോൾ ലോകമെമ്പാടും ലോകത്തിന്റെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും തൊഴിലാളികൾ സംഘടിച്ച് പ്രകടനങ്ങൾ നടത്തി, പൊതുയോഗങ്ങൾ നടത്തി ഈ മെയ്ദിന അനുസ്മരണവും അതുപോലെ തന്നെയുള്ള പ്രഖ്യാപനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നാം എന്ന വലിയ ഇന്ത്യയിലെ തൊഴിലാളികൾ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് തൊഴിലാളികളുടെ അവകാശങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രക്ഷോഭത്തിന്റെ നടുവിലാണ് 2024 മെയ്ദിനം നമ്മൾ ആദരിക്കുന്നത്. നമ്മൾ ഈ മെയ്ദിനത്തെ സമര പരിപാടികൾക്ക് ചിക്കാഗോയിൽ നേതൃത്വം കൊടുത്ത അഗസ്റ്റസ് പൈസ് എന്ന് പറയുന്ന ഒരു സമ്മന്നനായ നേതാവുണ്ട്. ആ നേതാവ് സമരത്തിന് നേതൃത്വം കൊടുത്തു, തൊഴിലാളികളെ സംഘടിപ്പിച്ചു എന്നുള്ള കാരണത്താൽ മാത്രം അദ്ദേഹത്തെ ഭരണാധികാരികള് അറസ്റ്റ് ചെയ്തു ജയിലിലടക്കുകയും ഒരു സാമാന്യമായ വിചാരണ പോലും ഇല്ലാതെ 3 മാസം കൊണ്ട് അദ്ദേഹത്തെ വധിക്കുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ആ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം അവിടുത്തെ അധികാരികളോട് പറഞ്ഞ ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ കഴുത്ത് ഞെരിച്ച് ഞങ്ങളുടെ നിശബ്ദമാക്കാനായിട്ട് പക്ഷെ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഞങ്ങളിവിടെ ഒരു തീപ്പൊരി ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ തീപ്പൊരി നാടെ വലിയൊരു ജ്വാലയായി ആയിപ്പടരുമ്പോൾ അതിനെ തടയാനായി നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധേയനായി. കാലത്തെ വെല്ലുവിളികൾ, തൊഴിലാളി വർഗത്തിന് നേരെയുള്ള തൊഴിലാളി നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, ഇവയെല്ലാം ഓർത്തെടുക്കാൻ തൊഴിലാളി വർഗം തങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള ഈ പാത പ്രതീക്ഷിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ സാർവദേശീയ തൊഴിലാളി ദിനം. നമ്മുടെ പിന്നിട്ട നാളുകളിൽ വലിയ സമരങ്ങളുടെ വേലിയേറ്റത്തിൻ്റെതായി കേവലം തൊഴിലാളി വർഗം മാത്രമല്ല, ഇതര സമാന ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വർഗവും ചേർന്നു. CITU ഏരിയ പ്രസിഡന്റ് KP സെൽവൻ, TD നന്ദകുമാർ, കൗൺസിലർ VA ശ്രീജിത്ത്, VN അംബരീക്ഷൻ മാസ്റ്റർ, KJ ബേസിൽ, MS ശോഭിതൻ, NE അലക്സാണ്ടർ, KP സോമൻ, PB ദാളോ എന്നിവർ ചെരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച മെയ്ദിന റാലിയിൽ ഒട്ടനവധി തൊഴിലാളികൾ പങ്കെടുത്തു. ഏവർക്കും മെയ്ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റബല്ലോ.